ഹലോ ഡിയേഴ്സ്. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 1 ഗണിതമാണ് കേട്ടോ. ഒരു ഭാഗം 1 ഗണിതം. പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, 2024 ഇപ്പോൾ പുതിയ ബുക്കാണ് കേട്ടോ ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ 1ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഇവിടെ നിങ്ങളെ ഫോട്ടോ ഒട്ടിക്കുക. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേര് ഇവിടെ എഴുതുന്നുണ്ട്. ക്ലാസ്സിൽ പഠിക്കുന്നു എഴുതുക. എൻ്റെ അമ്മേൻ്റെ പേര് എഴുതുക, എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുക, എൻ്റെ ടീച്ചറുടെ പേര് എഴുതുക, എൻ്റെ വിദ്യാലയം നിങ്ങളെ സ്കൂളിൻ്റെ പേര് എഴുതുക, ഫോൺ നമ്പർ എഴുതുക, ആധാർ നമ്പർ എഴുതുക കേട്ടോ. ഓക്കെ. ദെൻ ഇവിടെ കണ്ടേ ഈ ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ എന്താണ്? തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും കേട്ടോ. എന്താണ്? തിത്തിരിക്കിളിയും ചെങ്ങാതിമാരും. ഓക്കെ, നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ കണ്ടോ? ഇവിടെ അതാ പശു ഉണ്ട് അല്ലേ, പശുവിൻ്റെ കുഞ്ഞുണ്ട്. പിന്നെന്താണ്? പപ്പീസ് ഉണ്ട് അല്ലേ, പപ്പീൻ്റെ ഡോഗ് ഉണ്ട്, അതിൻ്റെ പപ്പികളുണ്ട് അല്ലേ. പിന്നെന്താണ്? ഇവിടെ ഒരു ബോയും ഗേളും ഉണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഉണ്ട്. പിന്നെ ഇവിടെ കോഴികളുണ്ട്, പിന്നെ ഡക്കില് താറാവുകളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഫോൺ ചെയ്യുകയാണല്ലേ. ആരാണ്? കാക്കയാണല്ലേ ഫോൺ ചെയ്യുന്നത്. ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ എന്നാണ് പറയുന്നത് അല്ലേ. ഹലോ കൂട്ടുകാരെ കൂടി വിളിച്ചോളൂ എന്നാണ് ഈ കാക്ക പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കാം. കാ 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 എന്താണ്? പുറത്ത് കാക്കകളുടെ ബഹളാണ് അല്ലേ. ഇമയും അമലും പുറത്തിറങ്ങി നോക്കി. കാക്കകളെ പേടിച്ച് മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുകയാണ് കിളിക്കുഞ്ഞില്ലേ. എന്താണ്? കാക്കകളെ പേടിച്ചിട്ട് എന്താണ്? ഈ മരപ്പൊത്തിൽ പതുങ്ങിയിരിക്കുന്ന ആരാ? കിളിക്കുഞ്ഞാണ് അല്ലേ. അതാ മരപ്പൊത്തിലൊരു കുഞ്ഞി കിളി അല്ലേ. എന്താണ്? അതാ മരപ്പൊത്തിലൊരു കിളി എന്ന് പറയാണ് അല്ലേ. നമുക്കതിനെ അമ്മക്കിളിയുടെ അടുത്ത് എത്തിക്കാന്ന് ഈ കുട്ടി പറയാണ് അല്ലേ. ഇമയും അമലും കൂടി പറയാണ്, സംസാരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ പറയാണ്, കാക്കയും പൂച്ചയും ഒന്നും പിടിക്കാതെ നോക്കണം അല്ലേ. അതേ ശരിയാ, ഇവൾക്കൊരു പേര് വേണ്ടേ? തിത്തിരി എന്ന് വിളിക്കാന്നെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ കിളിക്കുഞ്ഞിനെ പിടിക്കാൻ ലാലിപ്പൂച്ച പമ്മി എത്തി. കണ്ട ലാലിപ്പൂച്ചനെ നിങ്ങൾ കണ്ട അവിടെ? ദാ ഇവിടെ കിടക്കുന്നു അല്ലേ, ലാലിപ്പൂച്ച അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ കിളിക്കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ പൂച്ചയെ ഓടിക്കാൻ അമൽ വടിയുമായി എത്തില്ലേ. പൂച്ചനെ ഓടിക്കാൻ എന്തായി? അമല് വടിയായിട്ട് എത്തില്ലേ. പോ പൂച്ചയെന്ന് പറഞ്ഞില്ലേ. അയ്യോ തിത്തിരിയെ കാണുന്നില്ല. അപ്പൊ തിത്തിരിനെ കാണുന്നില്ല അല്ലെ. അവർ തിത്തിരിയെ തേടി നടന്നില്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവന് അലമാരയുടെ മുകളിൽ ഇല്ല അല്ലെ. അലമാരന്റെ മുകളിൽ അല്ലെ. കണ്ടോ? മുകളിൽ ഇല്ല അല്ലെ. അലമാരയുടെ മുകളിൽ ഇല്ല. പിന്നെ സ്റ്റൂൾ വെച്ചാൽ നോക്കുന്നില്ലേ. ഇനി കട്ടിലിന്റെ താഴെ ഇല്ല അല്ലെ. കട്ടിലിന്റെ താഴെ അല്ലെ, അടിയിലൊക്കെ നോക്കുകയാണ് അല്ലെ. അപ്പൊ കട്ടിലിന്റെ താഴെ ഇല്ല. പിന്നെയോ സോഫയുടെ മുന്നിലും പിന്നിലും ഇല്ല അല്ലെ. സോഫയുടെ മുന്നിലും ഇല്ല പിന്നിലും ഇല്ല അല്ലെ. മുന്നിലും പിന്നിലും ഇല്ല. പുറത്ത് എവിടെയും കാണുന്നില്ല അല്ലെ. പുറത്ത് എവിടെയും കാണുന്നില്ല. കളിവീടിന്റെ അകത്ത് നോക്കൂ. കളിവീടിന്റെ അകത്ത് നോക്കാന്ന് പറഞ്ഞില്ലേ. ആ കളിവീടിന്റെ അകത്ത് നോക്കാം. കെട്ടിപ്പോയി വീടിന്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ. എനിക്ക് അമ്മയെ കാണണം. കുഞ്ഞിക്കിളി പറയാണല്ലേ. കിളി പറയാണ്, എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞില്ലേ. പേടിക്കേണ്ട, നമുക്ക് കണ്ടുപിടിക്കാം അമ്മേനെ എന്ന് പറഞ്ഞില്ലേ. തിത്തിരി പൂച്ചയോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചു അല്ലേ. എനിക്ക് 2 മക്കളാ, നിന്നെ പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞില്ലേ. എൻ്റെ മക്കള് നിന്നെ പോലെ അല്ലല്ലോ പറഞ്ഞില്ലേ. അപ്പൊ 2 എങ്ങനെ എഴുതുക? കണ്ടോ? 2 അല്ലേ. അവർ പശുവിന്റെ അടുത്തെത്തി അല്ലേ. നിങ്ങളാണോ എൻ്റെ അമ്മ എന്ന് കുഞ്ഞിക്കിളി ചോദിക്കുകയാണല്ലേ. എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ 1 എങ്ങനെ എഴുതുക? കണ്ടോ? 1 ഇങ്ങനെ എഴുതുക അല്ലേ. 1 അല്ലേ. 1 ഓക്കെ. 1 ഇങ്ങനെ എഴുതുക അല്ലെ. അപ്പൊ 2 എങ്ങനെ എഴുതിയിരുന്നത്? 2 അല്ലേ. 2 ഓക്കെ. 2 അല്ലേ. 2 ഓക്കെ. ദെൻ അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ എന്ന് പശു പറഞ്ഞില്ലേ. വഴിയിൽ പട്ടിയും കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അപ്പൊ കുഞ്ഞുകിളി ചോദിച്ചത്, നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചില്ലേ. എനിക്ക് 5 മക്കൾ. നോക്കൂ, നിന്നെ പോലെയാണോ? നോക്കൂ, എനിക്ക് 5 മക്കളുണ്ട് അല്ലേ. എന്താണ്? നിന്നെ പോലെയാണോ നോക്കൂ എന്ന് പറഞ്ഞില്ലേ. അത് അവളെ പോലെയല്ല, കുഞ്ഞിക്കിളീനെ പോലെയല്ല അല്ലേ. അങ്ങനെ അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു അല്ലേ. അവർ കോഴിയമ്മയുടെ കുടുംബത്തെയും കണ്ടു അല്ലേ. ഇത് നിന്റെ കുഞ്ഞാണോ എന്ന് ഇവര് ചോദിച്ചു അല്ലേ. അപ്പൊ എനിക്ക് 4 പേരാ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ എന്ന് പറഞ്ഞില്ലേ. ഈ കുഞ്ഞിനെ പോലെ അല്ല എൻ്റെ മക്കൾ, എനിക്ക് 4 പേരാ ഉള്ളത് പറഞ്ഞില്ലേ. അപ്പൊ 4 എങ്ങനെ എഴുതുക? ഇതൊക്കെ ഉണ്ടോ? 4 അല്ലേ. ഇങ്ങനെ എഴുതുക 4. ഓക്കെ. ദെൻ അവർ കാക്കക്കൂടിനടുത്തെത്തി. അല്ലേ. ഈ കുഞ്ഞ് നിന്റേതാണോ എന്ന് ചോദിച്ചില്ലേ. എൻ്റെ 3 മുട്ടകൾ വിരിഞ്ഞിട്ടില്ല അറിഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ 3 എഴുതുക. 3 ഇങ്ങനെ എഴുതുക അല്ലേ. നോക്കൂ, 3 ഇതാണ് 3 അല്ലേ. എൻ്റെ മുട്ടകൾ വിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. 3 മുട്ടകൾ വിരിഞ്ഞില്ല. ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഓരോന്ന് എണ്ണി എഴുതാൻ പറയാണ് അല്ലേ. അപ്പൊ ഇതാരാണ്? അത് പശുക്കിടാവ് അല്ലേ. അപ്പൊ എന്താ? 1 ആ വരന്റെ മേലെ കൂടി നിങ്ങൾ 1 എന്ന് എഴുതുക കേട്ടോ. ആ ഡോട്ട് ഇട്ടില്ലേ, അതിന്റെ മേലെ കൂടെ 1 എന്ന് എഴുതുക.
ഇനി ഇതോ 1 2 3 4 അല്ലേ 4 അല്ലേ അപ്പോൾ 4 ആണ് അല്ലേ എണ്ണീട്ട് 4 എന്ന് എഴുതുക കുത്തുമ കൂടി എഴുതുക ഈ എന്താ നായക്കുഞ്ഞുങ്ങളോ 1 2 3 4 5 അല്ലേ 5 അല്ലേ 5 എണ്ണം അല്ലേ അപ്പൊ 5 ഇങ്ങനെ ആ കുത്തുമ കൂടി എഴുതുക കേട്ടോ ഇനി ഇത് പൂച്ചക്കുട്ടികളാണ് അല്ലേ അപ്പൊ അത് 2 എണ്ണം അല്ലേ 1 2 അല്ലേ 2 എണ്ണം അല്ലേ 1 2 അല്ലേ അപ്പൊ 2 എന്നിട്ട് എഴുതുക കേട്ടോ ഇനി ഇതോ എത്ര കാക്ക കുഞ്ഞുങ്ങളാ 1 2 3 അല്ലേ 3 എണ്ണം അല്ലേ അപ്പൊ 3 എന്ന് എഴുതുക അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെയാ 1 ഡോട്ടുമ കൂടി എഴുതുക കേട്ടോ 2 3 ഡോട്ടുമ കൂടി കറക്റ്റ് എഴുതുക കേട്ടോ 4 5 അല്ലേ അങ്ങനെ എഴുതുക ഇനി അത് നോക്കിയിട്ട് എന്താക്കുക 1 ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ഡോട്ടില്ലാതെ തന്നെ നിങ്ങൾ എഴുതുക കേട്ടോ 1 2 3 4 5 എന്ന് എഴുതുക ഓക്കെ ഇമയും അമലും തിത്തിരിക്ക് ചിത്രപുസ്തകം കാണിച്ചു കൊടുത്തു അല്ലേ ഇമയും അമലും എന്താക്കിയ തിത്തിരിക്ക് ഈ ചിത്രപുസ്തകം കാണിച്ചു കൊടുത്ത് അവർ പാടി എന്താ അവർ പാടുന്നത് ഒന്നാം താളിൽ എന്തുണ്ട് ഒന്നാം താളിൽ ഒരു പൂച്ച 1 1 1 ഈ ഡോട്ടുമ്പോ കൂടി 1 വരയ്ക്കുക കേട്ടോ എല്ലാവരും വരച്ചോ 1 വരച്ചോ ഇനി രണ്ടാം താളിൽ എന്തുണ്ട് രണ്ടാം താളിൽ 2 കിളി അല്ലേ 2 2 2 അപ്പൊ ആ ഡോട്ടുമ്പോ കൂടി 2 എന്ന് എഴുതുക കേട്ടോ ഓക്കെ ഇനി മൂന്നാം താളിൽ എന്തുണ്ട് മൂന്നാം താളിൽ 3 തത്ത 3 3 3 അല്ലേ അപ്പൊ 3 ഈ ഡോട്ടുമ്പോ കൂടി എഴുതുക കേട്ടോ നാലാം താളിൽ എന്തുണ്ട് നാലാം താളിൽ 4 മൂങ്ങ അല്ലേ 4 4 4 ആ ഡോട്ടുമ്പോ കൂടി എഴുതുക അഞ്ചാം താളിൽ എന്തുണ്ട് അഞ്ചാം താളിൽ 5 മാങ്ങ അല്ലേ 5 5 5 എന്ന് എഴുതുക ഓക്കെ ഇനി വിരൽ ചിത്രങ്ങൾ എന്താണ് ഇത് നമ്മള് വിരൽ ചായത്തിൽ മുക്കി പതിപ്പിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതിലൂടെ നമ്മളെന്താണ് വിരല് നമ്മളെന്താക്കി ചായത്തിൽ മുക്കി അങ്ങോട്ട് പ്രസ് ചെയ്തപ്പോൾ ഈ ചിത്രം വരില്ല പിന്നെ കണ്ണും ഇതൊക്കെ വരച്ചു കൊടുക്കുക വാലും ചുണ്ടൊക്കെ വരയ്ക്കുക അപ്പോൾ ഒന്നും എഴുതല്ലേ ഇനി ഇവിടെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുക കേട്ടോ 4 എണ്ണവും 5 എണ്ണം ഒക്കെ അല്ലേ ഇവിടെ 2 എണ്ണം 2 എഴുതിയത്ത് 2 എണ്ണം 3 എഴുതിയത്ത് 3 എണ്ണം 5 എഴുതിയത്ത് 5 എണ്ണം വരയ്ക്കണം കേട്ടോ ഇനി പുഴുവിനെ വരയ്ക്കുക എങ്ങനെയാ 5 വരെ എണ്ണം ക്രമമായി എഴുതുക പുഴുവിനെ എങ്ങനെ വരയ്ക്കുക കേട്ടോ കണ്ണൊക്കെ വരയ്ക്കുക പിന്നെ പുഴുവിനെ എന്താണ് വരയ്ക്കുക 5 വരെ എണ്ണം ക്രമമായി എഴുതുക ഇനി 1 2 3 4 5 എന്നിട്ട് കറക്റ്റായിട്ട് എഴുതുക കേട്ടോ ഓക്കെ നോക്കൂ പറയൂ ചിത്രം നോക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയാ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം ചിത്രം നോക്കിയിട്ട് കോഴികളുടെ കൂട്ടത്തിൽ ഒരു വലിയ കോഴിയുണ്ട് അല്ലേ കോഴിയുടെ കൂട്ടത്തിൽ എന്താ ഒരു വലിയ കോഴിയുണ്ട് ഏതാണ് താറാവിൻ കൂട്ടത്തിൽ 2 വലിയ താറാവുകളുണ്ട് അല്ലേ അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ വലിയ കോഴി ഏതാ ഇത് അല്ലേ ഇതാണ് വലിയ കോഴി താറാവിന്റെ കൂട്ടത്തിൽ വലിയ താറാവ് ഏതാ ഇതും അല്ലേ ഇത് 2 ആണ് എന്താ വലിയ താറാവ് അല്ലേ ഈ ചിത്രം കൂട്ടിയാ ചിത്രം നോക്കൂ പറയാ എഴുതാ അല്ലെ അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട് അമ്മ താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട് 4 അല്ലേ അപ്പൊ നമുക്ക് എന്താക്കാം അവിടെ 4 എന്ന് എഴുതാം ഇവിടെ എത്രയാണ് ഇവിടെ 4 കുഞ്ഞുങ്ങളല്ലേ ഉള്ളത് അപ്പൊ ഇവിടെ 4 എന്ന് എഴുതാം മുന്നിൽ എത്ര ഉള്ളത് അത് ഉണ്ട് അല്ലേ മുന്നില് അമ്മത്താറാവിന്റെ മുന്നില് അമ്മത്താറാവല്ലേ ഞാൻ കോഴിയാന്ന് വിചാരിച്ചു അല്ലേ അപ്പൊ അമ്മത്താറാവ് ഇതാണ് അല്ലേ ഇതാണ് അമ്മത്താറാവ് അപ്പൊ അമ്മത്താറാവിന്റെ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാ 2 എണ്ണം അല്ലേ അപ്പൊ നമുക്ക് അവിടെ എന്താക്കാം 2 എന്ന് എഴുതുക ഓക്കെ ഇവിടെ 2 എന്ന് എഴുതുക ഇനി പിന്നീട് എത്ര എന്താ 1 2 3 അല്ലേ അപ്പം ഇവിടെ 3 എന്ന് എഴുതുക ഓക്കെ 3 കുഞ്ഞ് അല്ലേ അപ്പൊ 2 3 കൂടി കൂട്ടിയാൽ ഒക്കെ 1 2 3 4 5 അല്ലേ അപ്പൊ ഇവിടെ 5 എന്ന് എഴുതുക കേട്ടോ ഓക്കെ മനസ്സിലായോ അപ്പൊ ഇവിടെ 2 3 5 2 കുഞ്ഞ് ഒപ്പം നടന്നെത്തി 1 പിന്നിലായി അപ്പൊ 2 കുഞ്ഞ് എന്താക്കി ഒപ്പം നടന്നെത്തി അല്ലേ അപ്പൊ ഒരു കുഞ്ഞ് പിന്നിലായി കണ്ടോ ഒപ്പം നടന്നെത്തിയപ്പോ ഒരു കുഞ്ഞ് പിന്നിലായി അപ്പൊ മുന്നിൽ എത്ര 2 കുഞ്ഞ് ഒപ്പം 2 കുഞ്ഞ് പിന്നിൽ 1 അല്ലേ അപ്പൊ 2 2 1 കൂടി എത്ര 5 അല്ലേ 5 അല്ലേ അപ്പം ഇവിടെ അങ്ങനെ എഴുതുക കേട്ടോ ഇവിടെ എത്ര മുന്നിൽ 2 എന്ന് എഴുതുക ഇവിടെ മുന്നിൽ 2 എന്ന് എഴുതുക ഓക്കെ ഒപ്പം 2 എന്ന് എഴുതുക ഓക്കെ പിന്നിലോ 1 അല്ലേ അപ്പൊ എന്തോ 2 കൂടി ഇവിടെ എഴുതുക അല്ലെ 2 പിന്നെ 2 പിന്നെ 1 കൂടി എത്രയാണ് 5 എന്ന് എഴുതുക അല്ലെ 2 1 കൂടി 5 അങ്ങനെ എഴുതുക കേട്ടോ അമ്മത്താറാവിന്റെ ഒപ്പം നടന്ന 2 കുഞ്ഞും മുന്നിലെത്തി അപ്പൊ അമ്മത്താറാവിന്റെ ഒപ്പം നടന്ന കുഞ്ഞെന്താക്കി 2 എണ്ണം മുന്നിൽ അങ്ങോട്ട് എത്തി അല്ലെ അപ്പൊ മുന്നിൽ എത്ര കുഞ്ഞുങ്ങളാണ് അപ്പൊ മുന്നിൽ 4 കുഞ്ഞ് അല്ലെ 4 കുഞ്ഞ് പിന്നിലോ 1 അല്ലെ ഒപ്പം നടന്നെയാണ് മുന്നിലെത്തിയത് അപ്പൊ എന്താ മുന്നിൽ 4 പിന്നിൽ 1 ആയി അല്ലെ അപ്പൊ 4
ഒന്നും കൂടി കൂട്ടി എത്രയായി? ഒന്നും ചേർന്നാൽ 5 അല്ലേ? അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് നോക്കിയേ. അമലും ഇമയും തിത്തിരിയും പൂന്തോട്ടത്തിലേക്ക് നടന്നു അല്ലേ? അമലും ഇമയും തിത്തിരിയും കൂടി പൂന്തോട്ടത്തിലേക്ക് നടന്നു. എണ്ണാം എഴുതാം. നോക്കൂ, ഇവിടെ പാടി രസിക്കുക അല്ലേ? ഇവിടെ ഒന്ന് എണ്ണിയൊക്കെയത് ഈ പൂ എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ? വേറെ എവിടെ ഇല്ലല്ലോ? 4 അല്ലേ? അപ്പൊ 4 എഴുതുക. ഇനി ഇതോ 1 2 3 4 5 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 5 എഴുതുക. ഇനി ഈ പൂ എത്ര 1 ഇനി ഇത് 2 അല്ലേ? പിന്നെ ഇതോ ഈ മഞ്ഞപ്പൂ 1 2 3 അല്ലേ? അത് 3 എഴുതുക കേട്ടോ. ഈ പാടി രസിക്കുക. ചന്തത്തിൽ ചുവപ്പുള്ള ചെമ്പരത്തി 1 അല്ലേ? ചെമ്പരത്തി 1. അപ്പൊ ഇവിടെ നമ്മൾ എന്താക്കുക? 1 എഴുതുക കേട്ടോ. ഇവിടെ 1 എഴുതുക. ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി എത്ര? 2 അല്ലേ? പിന്നെ മഞ്ഞ നിറം ചൂടി വരും മൂക്കുറ്റിപ്പൂ എത്ര? 3 അല്ലേ? ഇനി അഴകുള്ള കരിനീല ശംഖുപുഷ്പം എത്ര? 4. ഓക്കെ, അങ്ങനെ എഴുതുക കേട്ടോ. ദെൻ അടുത്ത് വെള്ളത്തിൽ പൊങ്ങി നിൽക്കും വെള്ളാമ്പൽ എത്ര? 5 അല്ലേ? അപ്പോൾ 5 എഴുതുക കേട്ടോ. ഇവിടെ 4. ഓക്കെ, അപ്പോൾ ഇവിടെ 5 എഴുതുക. ഓക്കെ. ദെൻ അടുത്ത നോക്കിയേ. കളിക്കൂട്ടുകാരാണ് അല്ലേ? റയാനും ആവണിയും വരുന്നുണ്ട്. തിത്തിരിയെ കാണിച്ചു കൊടുക്കാം അല്ലേ? റയാനും ആവണിയൊക്കെ വരുന്നുണ്ട്, നമുക്ക് തിത്തിരിനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? തിത്തിരി കിളിയെ കാണാൻ റയാനും ആവണിയും എത്തിയില്ലേ? അപ്പോൾ എനിക്ക് കാണാനാവില്ലല്ലോ, തൊട്ട് നോക്കട്ടെ. അപ്പൊ ഈ കുട്ടിക്ക് കാണാനാവുന്നില്ലല്ലേ? ഞാൻ തൊട്ട് നോക്കിക്കോളാം. അറിയാം, കിളിക്കുഞ്ഞിനെ തൊട്ട് നോക്കുക അല്ലേ? അവൻ തിത്തിരിയെ തൊട്ട് നോക്കി. നല്ല മിനുസം. റയാൻ പറഞ്ഞില്ലേ? നല്ല മിനുസം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അമ്മൽ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നു. ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. കണ്ടോ? ഒരേപോലുള്ളവ കൂട്ടങ്ങളാക്കി. അമ്മൽ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ട് ഒരുപോലുള്ളത് എന്താക്കി? കൂട്ടങ്ങളാക്കി. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഏതൊക്കെയാന്ന് എണ്ണി നോക്കൂ. പമ്പരം എത്ര ഉണ്ട് നോക്കി എണ്ണി നോക്കിയേ. എത്ര പമ്പരം? 1 2 അല്ലേ? പിന്നെ വിസിൽ എത്ര? 1 2 3 ഇവിടെ 4 5 അല്ലേ? 5 വിസിലുണ്ട് അല്ലേ? പിന്നെയോ റോബോട്ട് എത്ര? 1 2 അല്ലേ? 2 എണ്ണം അല്ലേ? പിന്നെ കളിവണ്ടി എത്ര? കളിവണ്ടി 1 2 കളിവണ്ടി 2 എണ്ണം അല്ലേ? ഇനി ബാറ്റ് എത്ര? 1 2 2 ബാറ്റ് അല്ലേ? ഇനി ഉണ്ടോ? പന്ത് എത്ര? 1 2 2 പന്ത് അല്ലേ? പിന്നെ അടുത്തത് ചെണ്ട എത്ര? ചെണ്ട 1 അല്ലേ? ഓക്കെ. ഇനി എന്തുണ്ടോ? ഇനി എണ്ണാനുള്ളത് ഏത് കളിപ്പാട്ടാ ഉള്ളത്? ഇനി എണ്ണാനുള്ള കളിപ്പാട്ട് ഏതാ? പാവുണ്ട് അല്ലേ? അപ്പൊ എത്ര എണ്ണ പാവ ഉള്ളത്? 1 2 3 4 എണ്ണം അല്ലേ? ഓക്കെ. എല്ലാവരും ഒരേ എണ്ണമാണോ എഴുതിയത്? ഇനി തൊട്ട് നോക്കി എഴുതാം. 1 എന്ന് എങ്ങനെ എഴുതാ? അതിനൊരു പാട്ടുണ്ട് പറഞ്ഞില്ലേ? ഒന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, തിരിവും വേണ്ട, ചരിവും വേണ്ട, കുനിവും വേണ്ട. കുത്തനെ ഒരു വര, കുറിയ വര. ഒന്നായി നന്നായി, ഒന്നായി നിന്നാൽ നന്നായി അല്ലേ? കുഞ്ഞുണ്ണി മാഷ് എഴുതിയല്ലേ? അപ്പൊ 1 എങ്ങനെ എഴുതുക? കറക്റ്റ് ലൈൻ താഴോട്ടേക്ക് വരച്ചാൽ മതി അല്ലേ? 1 2 എന്ന് എഴുതാൻ ഈ ചിത്രത്തിലൂടെ വിരലോടിച്ചാൽ മതി അല്ലേ? ഇമ ഇപ്പോൾ മനസ്സിലായി. റയാൻ മണൽ കടലാസിലൂടെ വിരൽ ഓടിച്ചില്ലേ? ഇപ്പൊ 2 എഴുതാറിയാലോ? അപ്പം അപ്പോഴാണ് പുറത്ത് നിന്നൊരു കിളിയുടെ കരച്ചിൽ കേട്ടത്. അവർ മുറ്റത്ത് ചെന്ന് നോക്കിയില്ലേ? പുറത്തുനിന്ന് കിളീന്റെ കരച്ചിൽ കേട്ട് ഒരു മുറ്റത്ത് ചെന്ന് നോക്കിയില്ലേ? മോളേന്ന് വിളിക്കുകയാണല്ലേ? അപ്പൊ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കിളീനോടല്ലേ? അപ്പൊ അമ്മേന്ന് വിളിക്കുകയാണല്ലേ? തിത്തിരി കിളി മനസ്സോടെ അമ്മയോടൊപ്പം പോയില്ലേ? ഞാൻ നാളെ വരാം കേട്ടോ, ടാറ്റാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തിത്തിരിക്കിളി എന്താക്കി? അമ്മക്കിളീന്റെ കൂട്ടത്തിൽ പോയില്ലേ? ഓരോ പൂവിലെയും സംഖ്യകൾ നോക്കൂ. അത്രയും എണ്ണം ഇലകൾ വരയ്ക്കാൻ അല്ലേ? നോക്കൂ, ഇത് 5 എണ്ണാണ് അല്ലേ? അപ്പൊ അത്രയും ഇലകൾ ഇവിടെ വരയ്ക്കണം നിങ്ങൾ. ഇത് 2 ആയതുകൊണ്ട് 2 ഇല ഇവിടെ വരച്ചു. ഞാൻ ഇവിടെ 5 ആയതുകൊണ്ട് ഇവിടെ 5 ഇലകൾ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. പിന്നെ ഇവിടെ 4 ആയതുകൊണ്ട് 4 ഇലകൾ ഇവിടെ വരയ്ക്കുക. പിന്നെ ഇത് 3 ആയതുകൊണ്ട് 3 ഇലകൾ വരയ്ക്കുക കേട്ടോ. ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ ഏതെല്ലാം ചേർത്ത് വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇത് എത്ര ഉണ്ട്? 1 2 3 4. ഇതോ 1 2 3 4 5 എണ്ണം. ഇതോ 1 2 3 4 അല്ലേ? അപ്പൊ ഇതുമാണ് ഉണ്ട് ഒരേപോലെയുള്ള നമ്പർ അല്ലേ? 4 സെയിം അല്ലേ? ഇനി നിറം കൊടുക്കാന്നാണ് കേട്ടോ. എണ്ണം നോക്കി കളത്തിൽ അതേ നിറം കൊടുക്കണേ. എണ്ണം നോക്കിയിട്ട് എന്താണ്? കളത്തിൽ അതേ നിറം കൊടുക്കണേ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എണ്ണ ഏതാ? 1 ഈ കളർ കൊടുക്കുക. ഏത് കളറാണ്? വയലറ്റ് കൊടുക്കുക അല്ലെ? 2 ഏതാ? ഗ്രീൻ. 3 3 ഇതാണ് 3 അല്ലേ?
അപ്പം 3 ഏത് കളറാണ്? റെഡ് കൊടുക്കുക. 4 ഏത് കളറാണ്? ബ്ലൂ കൊടുക്കുക അല്ലേ? അതാ 4 ബ്ലൂ. ഇനി 5 ബ്ലൂ തന്നെ കൊടുക്കുക അല്ലേ? വേറെ കളറായിട്ടില്ല. ഏത് നിറമുള്ളതാണ് കൂടുതൽ? ഏത് നിറമുള്ള കൂടുതൽ? 5 അല്ലേ? ബ്ലൂ കളറിൽ അല്ലേ? ദെൻ അടുത്തത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതുക. വലിയ സംഖ്യ ഏതാ? 5 അല്ലേ? പിന്നെ 4. ആദ്യം 5 എഴുതുക, പിന്നെ 4, 3, 2, 1 അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ 1ാം ക്ലാസ്സിലുള്ള 1ാമത്തെ ചാപ്റ്ററാണ് ഇതുവരെ ടീച്ചർ എടുത്തത്. അപ്പം നിങ്ങൾ എണ്ണിയൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.